മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി SFI. മലപ്പുറം ജില്ലയിൽ അടക്കം സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്നും പ്രശ്നം പരിഹരിക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ SFI സമരരംഗത്തേക്ക് വരുമെന്നും VP സാനു പറഞ്ഞു. അതേസമയം അധിക ബാച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് SFI മലപ്പുറത്തും കോഴിക്കോടും പ്രതിഷേധിച്ചു. സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും ആവർത്തിക്കുമ്പോഴാണ് മന്ത്രിയെ തള്ളി SFI രംഗത്ത് വന്നത്. പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും പരിഹരിക്കുമെന്ന ഉറപ്പ് മന്ത്രി പാലിച്ചില്ലെങ്കിൽ സമരരംഗത്തേക്ക് എത്തുമെന്നും SFI ദേശീയ പ്രസിഡന്റ് VP സാനു പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന ലീഡർഷിപ്പ് തന്നെ മലപ്പുറം ജില്ലയെ വിശേഷിച്ചു മലബാർ ഏരിയയിലെ +2 സീറ്റിലെ അപര്യാപ്തത സംബന്ധിച്ച് മന്ത്രിക്ക് ഈ വർഷവും നിവേദനം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പടിപടിയായി കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ മലബാർ മേഖലയിലെ +1 സീറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ വലിയൊരു നമ്പർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. SFI നേതാക്കൾ പലപ്പോഴും പറഞ്ഞത് മാറ്റി പറയുകയാണെന്നും ആത്മാർത്ഥതയുണ്ടെങ്കിൽ SFI MSFനൊപ്പം സമരം ചെയ്യാൻ വരണമെന്നും MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. മന്ത്രി പറയുന്നു സീറ്റില്ല എന്ന്. SFIയുടെ ദേശീയ പ്രസിഡന്റ് ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു ഇവിടെ സീറ്റിന് പ്രശ്നമുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം SFIയുടെ ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് കണക്കുകൾ വെച്ച് പോസ്റ്റർ ഇറക്കുന്നു മലപ്പുറത്ത് പ്രശ്നമില്ല എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾക്ക് തന്നെ സ്ഥായിയായ ഒരു തീരുമാനം മലപ്പുറത്തെയും മലബാറിലെയും +1 വിഷയത്തിൽ ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. MSFന്റെ നേതൃത്വത്തിൽ മലപ്പുറത്തും കോഴിക്കോടും റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളടക്കം പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നത്. റിപ്പോർട്ടർ മലപ്പുറം.